ഇന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആണ്. ചെയ്ത പണിയല്ല വെള്ളത്തിലായി. ഇതൊക്കെ എന്ത് ഒരു ദിവസം ഫുള്ളിരുന്ന് പണിയെടുത്തിട്ട് എന്റെ ഫയൽ മൊത്തം ഡിലീറ്റ് ആയി പോയിട്ടു. ഇന്ന് ട്രീറ്റ് എന്താ ഇവിടെ? ട്രീറ്റാ? പ്രൊമോഷൻ കിട്ടിയാ? പ്രൊമോഷൻ ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് പറക്കാൻ പോണല്ല. എനിക്ക് തായ്ലാൻഡിലോട്ടൊരു ട്രിപ്പ്. എടാ തായ്ലൻഡാ? തായ്ലാൻഡിൽ വേറെ ഒന്നുമില്ല, ഇവിടെ പ്രൊജക്ട് മാനേജറായിട്ട് ജോബ് അപ്ലിക്കേഷൻ ഇട്ടു. ഇൻ്റർവ്യൂ എല്ലാം ഓൺലൈനായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് എനിക്ക് അതിൻ്റെ കൺഫർമേഷൻ മെയിലും വന്നു. പിന്നെ റെസിഗ്നേഷൻ പേപ്പർ ഇടുന്നു, പോയിട്ട്. എന്നാ പോടെ, വിസ വന്നോ? സിയുടെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ ആവും. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. ഒക്കെ ഏത് ഏജൻസി? രജിസ്റ്റേർഡാണോ ഒക്കെ? അതെന്നാ പരിപാടി? നീ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? ഈ മ്യാൻമറും തായ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് എന്തോരം തട്ടിപ്പ് നടക്കുന്നത്. നീ ആ ഫോൺ എടുത്ത് വെച്ച് ഒന്ന് നോക്ക്, ഒന്ന് സെർച്ച് ചെയ്താൽ കാണാമല്ലോ. നീ പിന്നെ എന്ത് ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ നോർക്ക റൂട്ട്സ് എത്ര തവണ അലേർട്ട് നൽകിയിട്ടുണ്ട്, നീ ഇതൊന്നും കാണുന്നില്ല. നീ പൈസ വല്ലതും കൊടുത്തായിരുന്നോ? ഓ, 50,000 ജസ്റ്റ് വീടും പറമ്പും കൂടെ എടുത്താൽ കൊടുക്കാനെന്ത്? നീ ഏതെങ്കിലും വിളിച്ച് ചോദിച്ചു നോക്കി, ഏതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഹലോ ചേട്ടാ, ഞാൻ ഈ 50,000 തന്നിട്ടില്ലായിരുന്നോ തായ്ലാൻഡ് വിസ? ചേട്ടാ, ഒരു ഡൗട്ടാണേ. വേറെ ഒന്നുമില്ല, ഈ വിസ തട്ടിപ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ അഡ്രസ്സും രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഒന്ന് അയക്കാൻ ഭായി, നിങ്ങൾക്ക് പറ്റില്ലേ പറയേ, ഇവിടെ കയറി പോകാൻ വേറെ ആളുണ്ട്. എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പോകണം എന്നുണ്ടെങ്കിൽ പൈസ ഇട്, അടുത്ത ആഴ്ച ഞാൻ വിസ തരാം. അല്ലാതെ പോലീസ് കോപ്പെന്നൊക്കെ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കാനാണ് പ്ലാനെങ്കിൽ പണി ഞാൻ വേറെ തരും. എടാ രാഹുല, ഇത് കേട്ടാറിവിടെ തട്ടിപ്പാ. നീ എങ്ങനെയാ പോയി പെട്ടേ? മെയിൽ വന്നത്. എന്തായാലും നീ നോർക്ക ഓപ്പറേഷൻ ദുബായാത്രയിലെ ഒരു പരാതി നൽകിയത് ഉള്ള ജോലി കൂടെ കളയല്ലേ അറിയാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ആ ബില്ലൊന്ന് കൊടുത്തേക്കണേ. വിദേശ ജോലികൾ അംഗീകൃത ഏജൻസികൾ വഴി മാത്രം. തട്ടിപ്പുകൾക്കെതിരെ നമുക്ക് ഒരുമിക്കാം, ജാഗ്രത പാലിക്കാം. തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെ നോർക്ക ശുഭയാത്രയും പരാതിപ്പെടാം.